ഒരുപാട് പേര് കാത്തിരുന്ന മോഡലാണ് ട്രയംഫിൻ്റെ 350cc മോഡൽ. അപ്പോൾ വണ്ടി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് ആ ഒരു 350 റേഞ്ചിലുള്ള മോഡലിൽ വന്നിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്തുകൊണ്ടാണ് 400 നിന്ന് 350ലേക്ക് ഒരു അപ്ഡേറ്റ് കൊടുക്കാനുള്ള റീസൺ. അത് GSTൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ്. ട്രയംഫിൻ്റെ സ്പീഡ് 400, സ്ക്രാംബ്ലർ 400, ട്രക്സ്റ്റൺ 400 ഒക്കെ ഒരു 350 റേഞ്ചിലാണ് ഇപ്പം വരുന്നത്. ട്രക്സ്റ്റൻ്റെ 400ഉം ട്രാക്കർ എന്ന് പറയുന്ന പുതിയ മോഡലും അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രാക്കർ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് അവർ വിറ്റുകൊണ്ടിരിക്കുന്ന മോഡലാണ്. അതിപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി കാണാൻ നല്ല രസമുള്ള ബൈക്കാണ്. കുറച്ച് കസ്റ്റമൈസ്ഡ് ഒക്കെ ചെയ്ത പോലത്തെ ഒരു മോഡലാണ് ട്രാക്കർ 400. ട്രയംഫിൻ്റെ എല്ലാ ഹാർഡ്വെയർ കാര്യങ്ങളൊക്കെ അവർ നിലനിർത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ UST ഫോർക്കാണ് വരുന്നത്. ബാക്കിൽ മോണോ ഷോക്കാണ്, അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. T4ലേക്ക് വരുമ്പോൾ T4 UST വരുന്നില്ല. T4ൽ ടെലിസ്കോപ്പി ഫോർക്കാണ്. അത് കുറച്ചും കൂടി അഫോർഡാണ്. അതിന് പ്രൈസ് കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് അവർ UST കൊടുക്കാത്തത്. ഫ്രണ്ടിൽ 300mm ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്കും ബാക്കിൽ 230mm ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്കാണ്. വണ്ടിയുടെ മോഡൽസ് മാറുന്നതനുസരിച്ച് ടയർസിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അവർ. സ്പീഡ് കുറച്ചും കൂടി സ്പീഡ് 350ക്ക് പ്രത്യേകിച്ച് നമുക്ക് റോഡിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ടയർസാണ് കൊടുത്തേക്കുന്നത്. സ്ക്രാംബ്ലറിൻ്റെ കുറച്ചും കൂടി ഡുവൽ പർപ്പസ് ആയിട്ടുള്ള ടയർസാണ്. നമുക്ക് ഓഫ് റോഡിലും റോഡിലൊക്കെ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടയർസാണ് കൊടുത്തിട്ടുള്ളത്. 13 ലിറ്ററാണ് വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക്. അത്യാവശ്യം നല്ല ടാങ്ക് റേഞ്ച് ഉണ്ട്. ഇതിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം വണ്ടിക്ക് മൈലേജ് കുറച്ച് കൂടുന്നുണ്ട്. പഴയ എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ലൈറ്റർ ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് മൈലേജ് കുറച്ച് കൂടും. അത് എടുക്കുന്നവർക്ക് എന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ലുക്ക് വൈസ് കാര്യങ്ങൾക്ക് സെയിം തന്നെയാണ്. അതിലൊരു മാറ്റം അവർ വരുത്തിയിട്ടില്ല. എങ്ങനെയാണ് പഴയ സ്പീഡ് 400 ഉള്ളത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും വണ്ടി 350ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഡിസൈനിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. 349cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. ഇത് നമ്മുടെ 398cc ഉള്ള പഴയ എഞ്ചിൻ്റെ ബോർ സൈസ് ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ കുറച്ചിട്ടുള്ളൊരു എഞ്ചിനാണ്. ഏകദേശം ഒരു 36 bhp ആണ് വണ്ടിയുടെ പവർ വരുന്നത്. 8500 RPM. അപ്പോൾ പവർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ടോർക്കും കുറഞ്ഞിട്ടുണ്ട്. ടോർക്ക് കൊടുത്തേക്കുന്നത് 32mm ആണ്. അത് 7000 RPM ജനറേറ്റ് ചെയ്യുന്നത്. വണ്ടി 6 സ്പീഡ് ട്രാൻസ്മിഷൻ തന്നെയാണ്. ഏകദേശം ഒരു 3 bhp പവറും 6 Nm ഓഫ് ടോർക്കും കുറഞ്ഞിട്ടുണ്ട്. ടോർക്കിൽ എന്തായാലും നല്ല വ്യത്യാസം വരും. പിന്നെ പവർ അവർ മാക്സിമം റീട്യൂൺ ചെയ്തിട്ടാണ് വണ്ടി അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത്രത്തോളം പവറിൽ അത്ര വലിയൊരു ഫീലിംഗ് വരാൻ ചാൻസ് കുറവാണ് പവർ ഡ്രോപ്പിൽ. പുതിയൊരു ബൈക്കും കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ട്രയംഫിൻ്റെ ട്രാക്കർ 400. ആ ഒരു ബൈക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. നമ്മുടെ അപ്കമിങ് ബൈക്സിൻ്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് ട്രാക്കർ 400ൻ്റെ കാര്യം. ആ ഒരു ബൈക്ക് ഇപ്പോൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ലുക്കിംഗ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. നമ്മൾ സ്പീഡ് 400 കുറച്ചും കൂടി കാണാൻ ഒരു ഭംഗിയുള്ളൊരു ബൈക്കാണ്. കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളൊരു ബൈക്ക് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഫ്ലാറ്റ് ട്രാക്ക് ഇൻസ്പയർ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. ഇതിൻ്റെ കളേഴ്സൊക്കെ കാണാൻ നൈസാണ്. ട്രാക്കറിന് 13 ലിറ്റർ തന്നെയാണ് ടാങ്ക് റേഞ്ച്. 181 kg വെയിറ്റ് വരുന്നുണ്ട്. 805mm ആയിട്ടുള്ള സീറ്റ് ഹൈറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റിൽ 400 ആണ്. പക്ഷേ ആ ഒരു 400ൻ്റെ സെയിം ഡിസൈനിൽ ഇന്ത്യയിൽ വരുമ്പോൾ 350 ആക്കിയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. ഏകദേശം ഒരു 39.4 bhp പവർ, 7500 RPM 32 Nm ടോർക്കാണ് വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്നത്. 400cc മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2 bhp പവർ കുറവാണ്. 5.5 Nm ടോർക്കും കുറവാണ്. പക്ഷേ അത്രത്തോളം ട്യൂണിങ്ങിൽ വ്യത്യാസം വരുത്തിയാണ് വണ്ടി കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് അത്ര പവർഫിക്കേഴ്സിൽ വലിയൊരു ചേഞ്ച് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല എന്നാണ് ഇപ്പം ട്രയംഫ് അറിയിച്ചിട്ടുള്ളത്. ഇനി എല്ലാ മോഡലിൻ്റെയും പ്രൈസ് നോക്കാം. ഇതിൽ ഏറ്റവും അഫോർഡ് ആയിട്ടുള്ള മോഡൽ, ഏറ്റവും വില കുറഞ്ഞ മോഡൽ ട്രയംഫിൻ്റെ T4 വേർഷനാണ്. T4ൻ്റെ പ്രൈസ് 1,95,000 രൂപയാണ് എക്സ് ഷോറൂം. സ്പീഡ് 350ക്ക് 2,32,000 രൂപയാണ് എക്സ് ഷോറൂം. സ്ക്രാംബ്ലറിന് 2,59,000, ട്രക്സ്റ്റന് 2,65,000 രൂപയാണ് എക്സ് ഷോറൂം. ട്രാക്കർ 400ന് 2,46,000 രൂപയാണ് എക്സ് ഷോറൂം വരുന്നത്. ഓരോ മോഡലിലെ വേരിയൻറ്റിലൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ T4 ആകുമ്പോൾ കുറച്ചും കൂടി അഫോർഡാണ്. UST ഫോർക്ക് വരുന്നില്ല, ടെലിസ്കോപ്പി ഫോർക്കാണ്. സ്ക്രാംബ്ലർ കുറച്ചും കൂടി റോട്ടിലും ഓഫ് റോഡിലൊക്കെ യൂസ് ചെയ്യാം. സ്പീഡ് 400 കുറച്ചും കൂടി റോട്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് 350cc ട്രയംഫിൻ്റെ മോഡലിനെ പറ്റി തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി വരാൻ പോകുന്നത് ബജാജിൻ്റെയും KTMൻ്റെയും മോഡലാണ്. ബജാജിൻ്റെ 350 മോഡൽ പല ഷോറൂമിലും എത്തിക്കഴിഞ്ഞു. ഇനി ഡോമിനർ മാത്രമേ എത്താനുള്ളൂ. 400 NS 400 ഒക്കെ 350 വന്നു കഴിഞ്ഞു.